അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുവാണ്. കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട്, നമ്മൾ വെക്കേറ്റ് ചെയ്തതാണ്. അങ്ങനെ ചെന്നൈയിലെ വാസം കഴിഞ്ഞു, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് കൊച്ചിക്ക് ഫ്ലൈറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ആണ്, ഡിലേഡാണ്. ഇപ്പം ഞാൻ 6 മണിക്ക് വന്ന് നിൽക്കുകയാണ്. 12 മണിക്ക് കണ്ടേ ഉള്ളൂ ഫ്ലൈറ്റ്. അപ്പോൾ അതിരാവിലെ എങ്ങാണ്ട് അവിടെ ചെല്ലും. അതിരാവിലെ അല്ല, നമ്മൾ 1 മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ. അതിരാവിലെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ? 2 മണിയോളാവും അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നമ്മൾ പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നിറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കയറി തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ്. നാട്ടിൽ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ അധ്യാപനമൊക്കെ മതിയാക്കി പുതിയ ബിസിനസ് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. TABR ബയോടെക്, ഒരു ബയോടെക് കമ്പനിയൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഒന്ന് ശരിയാക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ കൊച്ചിക്ക് നമ്മൾ 7 വർഷത്തിന് ശേഷമാണ് കൊച്ചിക്ക് പോകുന്നത്. ഞാൻ പഠിച്ചതൊക്കെ കൊച്ചിയിലാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷം നമ്മൾ കൊച്ചിക്ക് വീണ്ടും പോയി കൊച്ചിയിൽ നമ്മുടെ ഒരു സ്ഥാപനം സെറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ചെന്നൈ എയർപോർട്ടിൽ കട്ട പോസ്റ്റ് അടിച്ചിരിക്കുക. 8 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് ഇപ്പോഴത്തെ കാണിക്കുന്നതനുസരിച്ച് 2 മണിക്കെങ്ങാണ്ടാണ് കാണിക്കുന്നത്. വന്ന് എന്തൊരു സെക്യൂരിറ്റി ചെക്കൊക്കെ കാണാത്ത ഈ ഗേറ്റിൽ വന്നിരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും വരുമായിരിക്കും. ഇപ്പോൾ സമയം 10:27 8:30 ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നത് 1 മണിയായിട്ടേ വരുമെന്ന്. അപ്പോൾ അതിന് കോമ്പൻസേഷൻ അങ്ങനെ ഫുഡൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. സാൻഡ്വിച്ച്, കേക്ക്, ഹാപ്പി ഫിഷ് എല്ലാം. 8 മണിക്കൂറൊക്കെ ഉണ്ട് ഫ്ലൈറ്റ്. 1 മണിയായപ്പം ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. അതിന് 1:06 നമ്മൾ പ്ലെയിനിൽ കയറി. ഇതിനേക്കാളും വേദം ബസ് കയറിയായിരുന്നു. വൈകിട്ട് കയറിയ രാവിലെ ഇറങ്ങാൻ വേണ്ടി. ഇപ്പം രാത്രി ആയപ്പോഴത്തേക്ക് പ്ലെയിനിൽ കയറി. ക്വസ്റ്റ്യനൊക്കെ ഉള്ള സംഭവം ഇൻഡിഗോ പോലല്ല. ഇൻഡിഗോ തടിയല്ലേ.